രണ്ടാം വരവിൽ ചന്തുവിന് എന്തു സംഭവിച്ചു? ഒരു വടക്കൻ വീരകഥ റീ റിലീസ് എത്ര നേടി? എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണിത്. മലയാള സെറ്റ് റിലീസസ് ട്രെൻഡുകൾ തുടങ്ങിയിട്ട് 3 വർഷമായി. മോഹൻലാൽ ചിത്രം സ്ഫടികമായിരുന്നു ഇതിന് ആദ്യം തുടക്കം കുറിച്ചത്. പിന്നാലെ ഒരുപിടി സിനിമകൾ റിലീസിനായി മലയാളികളുടെ മുന്നിലെത്തി. അവയിൽ ഏറ്റവും ഒടുവിലെത്തിയതായിരുന്നു ഒരു വടക്കൻ വീരഗാഥ. ഹരിഹരൻ, എൻ.ഡി.എ പോലുള്ളവർ മെനഞ്ഞെടുത്ത ഒരു ക്ലാസിക്കൽ ഹിറ്റ് തിയേറ്ററിൽ എത്തിയപ്പോൾ പ്രേക്ഷകരിൽ കൗതുകം ഏറെയായിരുന്നു. പരിമിതമായ സാങ്കേതികവിദ്യകൾ ഉണ്ടായിരുന്ന കാലത്ത് ഇങ്ങനെയൊരു സിനിമ ഒരിക്കലും പ്രതികരിച്ച് അവരും രംഗത്തെത്തി. ചന്തു എന്ന കഥാപാത്രമായി മമ്മൂട്ടി തിളങ്ങിയ ചിത്രത്തിന്റെ റീ റിലീസ് കളക്ഷൻ വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. റീ റിലീസ് ചെയ്ത് 16 ദിവസത്തെ കണക്കുകളാണ് പുറത്തുവന്നിരിക്കുന്നത്. സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് പ്രകാരം 1.04 കോടി രൂപയാണ് ഗ്രോസായി ഇതുവരെ ഒരു വടക്കൻ വീരകഥയ്ക്ക് റീ റിലീസ് നേടിയത്. ഇതുവരെ റീ റിലീസ് ചെയ്ത മമ്മൂട്ടി ചിത്രങ്ങളിൽ വെച്ച് ഏറ്റവും ഉയർന്ന കളക്ഷനാണിത്. ആവനാഴി, പാലേരി മാണിക്യം, വല്യേട്ടൻ എന്നിവയാണ് മുൻപ് റീ റിലീസ് ചെയ്ത മമ്മൂട്ടി ചിത്രങ്ങൾ. അതേസമയം മലയാളത്തിൽ ഇതുവരെ 7 സിനിമകളാണ് റിലീസ് ചെയ്തത്. സ്ഫടികം, മണിച്ചിത്രത്താഴ്, ദേവദൂതൻ, ആവനാഴി, പാലേരി മാണിക്യം, വല്യേട്ടൻ, ഒരു വടക്കൻ വീരഗ എന്നിവയാണ് ആ സിനിമകൾ. ഇനിയും ചില സിനിമകൾ റീ റിലീസിന് ഒരുങ്ങുന്നതെന്നാണ് വിവരം. ഡൊമിനിക് ആൻഡ് ലേഡീസ് ബോയ്സ് ആണ് മമ്മൂട്ടിയുടെ ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം. ഗൗതം വാസുദേവൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഡൊമിനിക്കായി ഡിറ്റക്റ്റീവായി ആണ് മമ്മൂട്ടി എത്തിയത്. ബസൂക്കയാണ് റിലീസിന് ഒരുങ്ങുന്ന ചിത്രം. മഹേഷ് നാരായണൻ ചിത്രം കളങ്കാവൽ എന്നിവയാണ് അണിയറയിൽ ഒരുങ്ങുന്ന മമ്മൂട്ടി ചിത്രങ്ങൾ.